ഇസ്രായേൽ ആദ്യം ആക്രമിക്കുന്നു. അത് അമേരിക്ക അറിയാതെയാണല്ലോ, അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. അമേരിക്ക അറിയാതെ ഇസ്രായേൽ ആക്രമിക്കുന്നു. അപ്പോൾ തിരിച്ചടി എവിടെ നിന്നുണ്ടാവും? തിരിച്ചടി അവിടുത്തെ അമേരിക്കൻ ബേസിലേക്ക് ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് വളരെ പൊടുന്നനെ ഞങ്ങൾ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഇറാൻ്റെ മേൽ നടത്തി എന്നാണ് പറയുന്നത്. അതൊരു ലോജിക്കില്ലാത്ത വിശദീകരണമാണെങ്കിലും അതിൽ നിന്ന് ചില ലൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ആക്രമണം, ഈ ഫെബ്രുവരിയിലെ ഈ ആക്രമണം 2025 പ്ലാൻ ചെയ്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു കാരണം പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ നോക്കുക, ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഫസ്റ്റ് ഡേ തന്നെ വധിച്ചു. അതൊരു ഒരു സൈനിക ഓപ്പറേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിക്ടറിയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. അവിടുത്തെ ആയത്തുള്ള ഖുമൈനിയെ തന്നെ വധിച്ചു, അവിടുത്തെ IRGCയുടെ കമാൻഡർമാരെ വധിച്ചു, ആയത്തുള്ള ഖാംനെയെ വധിച്ചു, കമാൻഡർമാരെ വധിച്ചു. അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ആദ്യ ദിവസം തന്നെ. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ്? ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാഷാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഒരു മിലിറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസാണ് അവരുടെ അതിൻ്റെ സ്റ്റോക്ക് പൈലാണ് അവരുടെ പ്രധാനപ്പെട്ട ശക്തി. ആ ശക്തി എന്ന് പറയുമ്പോൾ അവരുടെ എയർഫോഴ്സ് വളരെ വീക്കാണ്. എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് കാലത്തെ സുഖോയ് വിമാനങ്ങളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തർ പറഞ്ഞ് വെടിവെച്ചിട്ട് അത്. അതായത് ഒട്ടും തന്നെ ഈ കാലത്ത് ഒരു മോഡേൺ വാർഫെയറിൽ ഒട്ടും തന്നെ കമ്പാറ്റബിൾ അല്ലാത്ത എയർഫോഴ്സാണ് അവരുടേത്. പിന്നെയുള്ളത് അവരുടെ നേവിയാണ്. ഇതൊക്കെയാണെങ്കിലും അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ മിസൈലുകൾ മാത്രമാണ്. ആ മിസൈൽ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചൊരു ദിവസം ഒരു 100 മിസൈൽ വെച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ചിലവ് കുറഞ്ഞതാണ്. പിന്നെ ഡ്രോണുകളാണ്. ഇത് രണ്ടും ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങളാണ്. അവർക്ക് അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ പ്രധാനമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന മിസൈലുകളും ഡ്രോണുകളിലുമാണ്. ഇതിങ്ങനെ ആയിരിക്കും തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ഡേ ബോംബർ വിമാനങ്ങൾ വന്ന് ആയത്തുള്ള ഖാംനെ ഇരിക്കുന്ന വീട്ടിൽ ബോംബിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്താണ്? അത് അതിലും എന്താണ് വല പോലെ ചിതറിയൊരു സാധനമാണ്. അവരുടെ കയ്യിലുള്ള ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ റഷ്യ കൊടുക്കുന്ന S-300 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 ഡേയ്സ് വാർ 2020 ജൂണിൽ നടന്ന 12 ദിവസ യുദ്ധം, ആ യുദ്ധത്തിൽ അമേരിക്കയുടെ ഫൈറ്റർ ബോംബുകൾ വന്ന് ഈ നാറ്റാൻസ് ഉൾപ്പെടെയുള്ള ആണവ റിയാക്ടറുകൾ ബോംബിട്ടു എന്നാണ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയതും വാർത്തകളായതും. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം ഈ ആണവ കേന്ദ്രങ്ങളെ ആയിരുന്നില്ല, പകരം ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതാക്കുക എന്നുള്ളത്. അതിന് മാരകമായ പ്രഹരം 2025 തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒരു തുറന്ന ആകാശമായി കിടക്കുകയാണ് ഇറാൻ. ആർക്ക് വേണമെങ്കിലും വന്ന് ബോംബിട്ടിട്ട് പോകാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഖാംനെയുടെ വീടിന് പോലും സുരക്ഷയില്ലാത്ത വിധം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2025 അത് കഴിഞ്ഞു, 12 ദിവസം കഴിഞ്ഞ് അവർ പിൻവാങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ടോക്കൺ വാറാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ വീണ്ടും മാസങ്ങൾക്കുള്ളിൽ ഫെബ്രുവരിയിൽ വന്നിട്ട് ഖാംനെയെ കൊന്നിട്ട് പോകുന്നു. അതിനർത്ഥം ഇത് നേരത്തെ പ്രീ പ്ലാൻഡ് ആണ്. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു ചർച്ച എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ച ചർച്ച എനിക്ക് തോന്നുന്നൊരു ഒന്ന് ഈ ആക്രമണത്തിനൊരു ടൈം കിട്ടുക എന്നുള്ളതാണ്. ഇവർക്ക് പ്രിപ്പയർ ആവാനുള്ള ടൈം. പ്രധാനമായും ഇപ്പോൾ USS എബ്രഹാം ലിങ്കണൊക്കെ അവിടെ വന്ന് കിടക്കണം, മറ്റ് സോട്ടീസ് നടക്കണം, ഷിപ്പുകളുടെ സോട്ടീസ് നടക്കണം, ആവശ്യമായ സ്റ്റോക്ക് പൈൽ വേണം, ഇവർക്കുള്ള ആയുധങ്ങൾ വേണം. ഇതിനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ആ ചർച്ചയുടെ ലക്ഷ്യം തന്നെ. അല്ലാതെ ഈ ചർച്ചയിലൂടെ ആ ചർച്ചയുടെ മുന്നോട്ട് വെച്ച കണ്ടീഷൻസ്, ഡിമാൻഡ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ബാലിസ്റ്റിക് പ്രോഗ്രാമൊക്കെ കളയണം, അവിടെയുള്ള യുറേനിയം മൊത്തം അവിടെ നിന്ന് ഷിപ്പ് ചെയ്യണം, മിസൈലൊക്കെ അവിടെ നിന്ന് മാറ്റണം. അത് ഒരിക്കലും ഇറാൻ സമ്മതിക്കില്ല എന്ന് അമേരിക്ക നന്നായിട്ട് അറിയാം. അപ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ ഡിമാൻഡ്സ് വെച്ച് ചർച്ച നടക്കുമ്പോൾ ഇറാൻ എന്തായിരിക്കും കരുതിയിരിക്കുന്നുണ്ടാവുക? ഇറാൻ പക്ഷേ ഇത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ടാകുന്ന ആ തലക്കെട്ടുകൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം അരാക്ചി, അവരുടെ ഫോറിൻ മിനിസ്റ്റർ, ജനുവരിയിൽ തന്നെ പറയുന്നുണ്ട് വി ആർ റെഡി ഫോർ എ ലോങ് വാർ എന്ന് ജനുവരി പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അമേരിക്കയിൽ നടന്ന ചർച്ച ഒരു യുദ്ധത്തിന് മുന്നോടിയായുള്ള ടൈം ബൈയിങ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുള്ള സമയം കണ്ടെത്തുകയാണ്. ഈ ചർച്ച തന്നെ യുദ്ധത്തിന് വേണ്ടി അവർ മുന്നൊരുക്കുന്നതാണെന്ന് മനസ്സിലായി. അവർ ഈ ബാലിസ്റ്റിക് മിസൈൽസ് മുഴുവൻ വിന്യസിക്കുകയും അതുപോലെ ഇവരുടെ ബങ്കറുകൾ, അവർക്ക് വളരെ ബങ്കറുകളില്ലാത്തൊരു രാജ്യമാണ്, ഇസ്രായേൽ പോലെയല്ല. അപ്പോൾ അത് കുറേ കൂടി അവർ അണ്ടർഗ്രൗണ്ടൊക്കെ കുറേ കൂടി ഫോർട്ടിഫൈ ചെയ്ത് തയ്യാറായി നിൽക്കുകയായിരുന്നു ഇറാനും. അതുകൊണ്ടാണ് ഖാംനെയെ കൊന്ന ഉടൻ തന്നെ അവർക്ക് ഈ 6 രാജ്യങ്ങൾക്ക് ഒരേ സമയം മിസൈൽ അയക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, ഈ പ്രീ പ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ മറ്റ് ചില അടരുകൾ കൂടി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കണം. എന്തിനാണ് 2025 ഈ ഹമാസുമായുള്ള യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പാണല്ലോ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്, ആ വെടിനിർത്തലിന് മുമ്പാണ്. അപ്പോൾ ആ ഒരു വശത്ത് ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു, ലബനാനെതിരെ യുദ്ധം ചെയ്യുന്നു, ഹൂത്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു ഇസ്രായേൽ. അതിനിടയിൽ ഇറാനെ ആക്രമിക്കാൻ അവർ ചട്ടം കെട്ടുന്നത് തന്നെ ഇതൊരു അടുത്ത വർഷം ഇത് ചെയ്യണമെന്ന് അവർ നേരത്തെ പ്ലാൻഡാണ്.